എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഈശ്വര ആരാധന കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പല വിധത്തിലുള്ള മന്ത്രങ്ങളും അല്ലെങ്കിൽ പല വിധത്തിലുള്ള പുരാണ പാരായണം അല്ലെങ്കിൽ സഹസ്രനാമ അഷ്ടോത്തരം പോലുള്ള ജപങ്ങളും പ്രാർത്ഥനകളും എല്ലാം ചെയ്യാറുണ്ട്. നമ്മളെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ നമുക്കിവയെല്ലാം പറഞ്ഞു തന്ന് നമ്മളെ വഴി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അടുത്ത തലമുറയ്ക്കും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവണം, ഐശ്വര്യം ഉണ്ടാവണം എന്നായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ഉള്ള ആ ഒരു തലമുറക്കാരെയൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നിത്യേന വീട്ടിൽ വിളക്ക് കത്തിക്കുകയും രാവിലെയും വൈകിട്ടും ഒരു 5 മിനിറ്റെങ്കിലും എന്തെങ്കിലും നാമം ജപിക്കുക, സന്ധ്യാനാമം ചൊല്ലിയാനൊക്കെയാണ് പറയുക. അതൊക്കെ കർശനമായി ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളൊക്കെ നിന്നുപോയി എന്ന് തന്നെ പറയാം. നമ്മൾ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും പല വിധത്തിൽ ഉണ്ടാകുമ്പോൾ പുരോഗതി അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലുള്ള ആധുനികമായ പുരോഗതികളും നേട്ടങ്ങളും നമുക്കുണ്ടാകുമ്പോൾ പഴമയെല്ലാം നാം എല്ലാം തന്നെ മറന്നു കളയാറുണ്ട്. അതിൻ്റെ ആ ഒരു പുതിയതായിട്ട് നമ്മൾ നേടുന്ന ആ നേട്ടങ്ങളെ കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നു എങ്കിൽ തന്നെയും പഴയതിലുള്ള ആ നല്ല നല്ല കാര്യങ്ങളെ കൂടെ ചേർത്ത് വെക്കാൻ സാധിച്ചാൽ അത് നമുക്ക് കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം, സന്ധ്യാനാമം ചൊല്ലുക അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുക, ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമ്മളുടെ മക്കൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നിത്യേന വിളക്ക് കത്തിക്കുക, സന്ധ്യാനാമം ചൊല്ലുക, അടുത്തുള്ള ക്ഷേത്രത്തിലൊന്ന് പോയി ദർശനം നടത്തുക, കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലും പൂജയോ കർമ്മങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോൾ അവിടെ ഒന്ന് പോയി ദർശനം നടത്തുക. ഇതെല്ലാം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഇതിലൂടെയെല്ലാം നമുക്കെല്ലാം ധാരാളം ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും നാളെ അതിലൂടെ ഐശ്വര്യം ഉണ്ടാകും എന്ന് വരും തലമുറയെ നാം പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും അറിയാനോ പിന്തുടരാനോ സാധിച്ചത്. എന്നാൽ വരും തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഒരു പുതിയ സമ്പ്രദായത്തിലാണ് ജീവിതവും രീതിയെല്ലാം പോകുന്നത്. ആർക്കും ഇതിലേക്കൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ഒരവസ്ഥ ഒരു പരിധി കുറേ ആൾക്കാർക്കും ഉണ്ടെന്ന് പറയാം. പൂർണ്ണമായും അങ്ങനെയൊന്നുമല്ല. പുതിയ തലമുറയിൽ തന്നെ ധാരാളം ആൾക്കാരും കൃത്യമായി ഉപാസനയും അനുഷ്ഠാനവും ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. എങ്കിലും കുറേ ആൾക്കാർക്കെങ്കിലും പല മാതാപിതാക്കളും പറയാറുള്ളൊരു വിഷമമാണ്, മക്കൾക്കൊന്നും ഇതിലൊന്നും താല്പര്യമില്ല, അമ്പലത്തിൽ പോകത്തില്ല, കുടുംബക്ഷേത്രത്തിൽ പോകത്തില്ല, വിളക്ക് കത്തിക്കാൻ താല്പര്യമില്ല, എപ്പോഴും ഫോണിലാണ്, അല്ലെങ്കിൽ ടി വി കാണുന്നു, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ളതാണ് ആഗ്രഹം, ഇതിലൊന്നും താല്പര്യമില്ല, ശ്രദ്ധയില്ല, പ്രാർത്ഥിക്കാൻ മനസ്സുമില്ല എന്നൊരാവലാതി പറയാറുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? പലരും ചോദിക്കുന്ന കാര്യമാണ്. ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, അവരോട് പറഞ്ഞാൽ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, പലരും പറയുന്നൊരു അവലാതിയാണ്. ഇതിന് മാതാപിതാക്കൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അവർക്ക് വേണ്ടി? പലരും ചോദിക്കുന്ന ഈ ഒരു സംശയം, അപ്രകാരം ഒരു സംശയത്തെക്കുറിച്ചുള്ള അറിയാൻ പറ്റുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ് നേരം ഓൺലൈൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിലൂടെ പകരുവാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിലെല്ലാവർക്കും കുറച്ചുകൂടെ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് വേണ്ടി നിത്യേന ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം രാവിലെയും വൈകിട്ടും വീട്ടിൽ നിർബന്ധമായും വിളക്ക് കത്തിക്കുക. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല. നമുക്ക് ഏറ്റവും അധികം മനസ്സിന് സന്തോഷം തരുന്നത് മക്കൾക്കുണ്ടാവുന്ന ആ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും കാണുമ്പോഴാണ്. അവർ നമുക്കെതിരെ നിഷേധികളായി വരാത്തിടത്തോളം കാലം നമ്മൾ പൂർണ്ണമായും ആ മക്കൾക്ക് വേണ്ടിയുള്ള ആ ഒരു സ്നേഹവും ഇഷ്ടവും കരുതലും എല്ലാം ഉണ്ടാവും. തിരിച്ചൊരു പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ അത് പലർക്കും താങ്ങുവാൻ സാധിക്കുകയുമില്ല. അപ്പോൾ നമുക്ക് പുരാണങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം. രാമായണം പോലെയുള്ള പല നമ്മുടെ ഗ്രന്ഥങ്ങളിലും വ്യക്തമായി സഹോദരനും മാതാപിതാക്കളും അച്ഛനും അമ്മയും എല്ലാവരും തമ്മിലുള്ള കുടുംബ ബന്ധത്തെക്കുറിച്ചൊക്കെ പല സന്ദർഭങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കഥയുണ്ട്, പ്രഹ്ലാദൻ്റെ കഥ. അപ്പോൾ ആ പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം പ്രഹ്ലാദൻ്റെ പിതാവ് ഹിരണ്യകശിപു ശക്തമായിരിക്കുന്ന ഒരു ദൈവ നിഷേധിയായിരിക്കുന്ന വ്യക്തിയാണ്. നാരായണൻ എന്നുള്ള നാമം പോലും കേൾക്കുന്നത് അലർജിയായിട്ടുള്ള ദേഷ്യമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ സന്ദർഭത്തിൽ പ്രഹ്ലാദൻ നിരന്തരമായി ഭഗവാന്റെ നാമം ജപിച്ചാണ് ആ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. പ്രഹ്ലാദനെ വിദ്യ പഠിക്കാൻ വേണ്ടി വിടുന്ന ആ ഗുരുകുലത്തിൽ നിന്നും പല വഴിയിൽ നിന്നും അദ്ദേഹം നാമത്തെ സ്വീകരിക്കുകയും ആ സ്വീകരിച്ച നാമത്തെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെ കൂടെ ആ വഴിയിലേക്ക് കൊണ്ടുവരുന്നു എന്നർത്ഥം. അപ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം സമൂഹത്തിന് മുഴുവൻ തന്നെയും മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ആ പ്രഹ്ലാദൻ്റെ ഒരു കഥയിലൂടെ നാമജപത്തിൻ്റെ വലിയൊരു ശക്തിയെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം
ആ പിതാവായിരിക്കുന്ന ഹിരണ്യകശിപുവിൽ സംഹരിക്കുവാൻ പാകത്തിന് നരസിംഹമൂർത്തി അവതരിക്കുകയും ഹിരണ്യകശിപുവിനെ ആ മോക്ഷാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ ആ മന്ത്രജപത്തിനും പ്രാർത്ഥനയ്ക്കും അത്രമാത്രം പ്രാധാന്യമുണ്ടെന്നർത്ഥം. സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധത്തിലുള്ള അധർമ്മങ്ങളെയും മാറ്റി എല്ലാവിധത്തിലുള്ള ശാന്തിയും ഐശ്വര്യവും സമാധാനവും ധർമ്മ സംസ്ഥാപനവും എല്ലാം സ്ഥാപിക്കുന്നതിന് ഭഗവാന്റെ ഒരു അവതാരത്തിന് പോലും ആ നാമജപം കാരണമായി മാറി. പ്രഹ്ലാദനെ പോലെയുള്ള നാമജപത്തിലും ഈശ്വരാരാധനയിലും വിശ്വാസമുള്ള ആൾക്കാർ ഉണ്ടാവണം. ധ്രുവനെ പോലെ നാമജപത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സജ്ജനങ്ങൾ ഉണ്ടാവണം. അവരുടെ എല്ലാം ആ ഭഗവാനോട് തോന്നുന്ന ഭക്തിയാണ് അവരെ സദാചാരപരമായി നല്ല രീതിയിലുള്ള ചിന്തയും കാഴ്ചപ്പാടുകളും അവർക്കുണ്ടാവുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ നല്ല ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണുവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി എന്നുള്ള സങ്കല്പത്തിൽ പ്രഹ്ലാദൻ്റെ ചരിതമോ ധ്രുവചരിതമോ പോലെയുള്ള ഭാഗവതത്തിലെ ഭാഗങ്ങൾ നിത്യേന രാവിലെയും പോയിട്ടും ഭഗവാന്റെ കഥകൾ തന്നെ പാരായണം ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഭഗവാന്റെ നാമങ്ങൾ യഥാശക്തി ജപിക്കാം. ധ്രുവൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ ദ്വാദശാക്ഷര മഹാമന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. പിഞ്ചു ബാലനായിരിക്കുന്ന ധ്രുവൻ ഈ മന്ത്രം ജപിച്ചാണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത്. സ്വന്തം അച്ഛനിൽ നിന്നുണ്ടാവുന്ന ആ അവഗണനയെ വിഷമിച്ചിട്ടാണ് 5 വയസ്സുള്ള ധ്രുവൻ ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത് എന്ന് ഓർക്കണം. പ്രഹ്ലാദനെ സംബന്ധിച്ചും അതുപോലെ തന്നെ പിതാവിൽ നിന്നുണ്ടാവുന്ന ഇഷ്ടമല്ലാത്ത പെരുമാറ്റത്തിൽ നിന്നും സാക്ഷാൽ ഭഗവാനെ അഭയം പ്രാപിച്ചാണ് ഭഗവാനെ നേരിട്ട് നേടിയെടുക്കുന്നത്. അപ്പോൾ പ്രഹ്ലാദ ചരിതം അല്ലെങ്കിൽ ധ്രുവചരിതം പോലെയുള്ള ആ പുണ്യമായ ഭാഗങ്ങൾ നാരായണത്തിലെയോ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലെയോ ആ ഭാഗങ്ങൾ മാത്രമായി നിങ്ങൾക്ക് പാരായണം ചെയ്യാം. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കാം. ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം. അത് യഥാശക്തി രാവിലെയും വൈകിട്ട് ഒരു 108 പ്രാവശ്യം ജപിക്കുക. വിഷ്ണു ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക. ആ പ്രഹ്ലാദനെ പോലെ അല്ലെങ്കിൽ ആ ധ്രുവനെ പോലെയുള്ള ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും സദാചാരപരമായ പെരുമാറ്റ രീതികളും എല്ലാം എൻ്റെ മകന് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അത് അവരുടെ സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം വരും. പ്രത്യേകിച്ചും മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ വിളി കേൾക്കുക തന്നെ ചെയ്യും. അത് അവരിൽ നല്ല രീതിക്കുള്ള മാറ്റം വരുത്തും. അവരുടെ വിദ്യാപുരോഗതിക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാം. വിദ്യാരാജഗോപാല മന്ത്രം പോലെയുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ രാജഗോപാല മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്. അത് മറ്റുള്ളവരിൽ നിന്നുള്ള ദോഷങ്ങളെ കൊണ്ടാണ് ഒരു പക്ഷേ കുട്ടികൾ വഴിമാറിപ്പോകുന്നതെങ്കിൽ മറ്റുള്ളവരിപ്പോൾ ചില കുട്ടികളൊക്കെ നല്ലവണ്ണം പഠിച്ച് നല്ല മിടുക്കന്മാരായിരിക്കും. പക്ഷേ പുറമേ നിന്ന് വരുന്ന ഒരു ദൃഷ്ടി കണ്ണ് അവൻ കൊള്ളാമല്ലോ, അവൻ ഭയങ്കര മിടുക്കനാണല്ലോ എന്നൊക്കെയുള്ള ആ ഒരു അസൂയയോടുകൂടിയുള്ള കണ്ണുകളെ കൊണ്ടായിരിക്കും ചില കുട്ടികൾ പഠിത്തത്തിൽ ഉഴപ്പായി പോകുന്നതും ഒന്നും താല്പര്യമില്ലാതെ പോകുന്നതും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞ തലതിരിഞ്ഞു പോകുന്നതുമെല്ലാം. അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ആ പ്രാക്കുദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങളൊക്കെ ഏക്കാതെ നമ്മുടെ കുട്ടിയെ കാത്തുരക്ഷിക്കാൻ വേണ്ടി ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാജഗോപാല മന്ത്രം പോലെയുള്ള മന്ത്രങ്ങളുണ്ട്. ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. വിദ്യാരാജഗോപാല മന്ത്രമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധയുണ്ടാവാൻ വേണ്ടി, ഭക്തി ഉണ്ടാവാൻ വേണ്ടി മാതാപിതാക്കൾക്ക് ജപിക്കാവുന്ന മന്ത്രമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും ഉണ്ടാവാൻ വേണ്ടി എന്നുള്ള സങ്കല്പത്തിൽ ഈ മന്ത്രം ജപിക്കാം. സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടി കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമ്മേ വശമാനയ സ്വാഹ എന്ന മന്ത്രം ജപിക്കാം. അതായത് ദൃഷ്ടിദോഷം ശത്രുദോഷം പോലുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് സ്വഭാവ വൈകല്യം വരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലോ മറ്റുള്ളവർക്ക് ഒരു ഇഷ്ടക്കേടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവായൊരവസ്ഥയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വൈകല്യങ്ങളൊക്കെ മാറുകയും സ്വഭാവ ശുദ്ധീകരണവും ഉണ്ടാവും എന്നാണ് സങ്കല്പം. മേധാ ദക്ഷിണാമൂർത്തി മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയെ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ദക്ഷിണാമൂർത്തി മന്ത്രമാണ്. ആ കുട്ടിയുടെ ബുദ്ധിയെയും ഓർമ്മയെയും കഴിവിനെയും എല്ലാം പ്രകാശിപ്പിക്കണേ, നല്ല രീതിയിലാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രാർത്ഥിക്കാം. സാക്ഷാൽ മഹാദേവനെ ദക്ഷിണാമൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ദക്ഷിണാമൂർത്തി മന്ത്രം ജപിച്ചാലും കുട്ടികൾക്കതിൻ്റെ മാറ്റം ഉണ്ടാവും. അവരുടെ ആ സ്വഭാവവും രീതികളും എല്ലാം മാറി നല്ല രീതിയിലോട്ടെത്തും. ഒരു വളരെ പ്രശസ്തമായൊരു കഥയുണ്ട്, മാർക്കണ്ഡേയൻ്റെ കഥ. നമുക്കറിയാം ഭഗവാനെ കുട്ടികളോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു കഥ കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. മാർക്കണ്ഡേയന് 16 വയസ്സ് വരെ മാത്രമേ ആയുസുള്ളൂ. ആ ഒരു വിഷമം അറിഞ്ഞിട്ട്
അല്ലെങ്കിൽ ആ 16 വയസ്സ് കുട്ടിക്ക് ആകാറായ സന്ദർഭത്തിൽ മാതാപിതാക്കൾ എന്നും ദുഃഖിതരാണ്. എൻ്റെ മകൻ മരണത്തിലേക്ക് പോവുകയാണല്ലോ എന്നുള്ള ദുഃഖത്തിലാണ്. ഇതറിഞ്ഞ മാർക്കണ്ഡേയൻ മറ്റൊന്നും ആലോചിക്കാനില്ല, സാക്ഷാൽ ഭഗവാനെ അഭയം പ്രാപിക്കുകയാണ്. ഭഗവാനെ അഭയം പ്രാപിച്ച നാമജപത്തോടു കൂടി ഇരിക്കുമ്പോൾ ആ മരണത്തിൽ നിന്ന് വരെ മാർക്കണ്ഡേയന് രക്ഷ നേടാൻ സാധിക്കുകയാണ്. കാലൻ സമയമായ സമയത്ത് ഈ മാർക്കണ്ഡേയൻ്റെ ജീവനെടുക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് മാർക്കണ്ഡേയൻ പ്രാർത്ഥിക്കുമ്പോൾ കാലപാശം, മാർക്കണ്ഡേയനെതിരെ എറിയുന്ന ആ കാലപാശം, കയറ്, കാലപാശം എന്ന് വെച്ചാൽ കാലൻ്റെ കയ്യിലുള്ള കയറ്, അത് ശിവലിംഗത്തെയും മാർക്കണ്ഡേയനെയും ചുറ്റിയാണ് വീഴുന്നത്. ഈ സന്ദർഭത്തിൽ സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും സ്വന്തം ഭക്തനെ രക്ഷിക്കുകയും ചെയ്യുന്നു. കാലനെ തന്നെ സംഹരിച്ചു കളഞ്ഞു എന്നാണ് പറയുക. കാലകാലൻ എന്നാണ് ഭഗവാനെ ആ ഒരു നാമത്തെ, ആ ഒരു സങ്കല്പത്തെ പറയുക. അപ്പം സ്വന്തം ആശ്രിതനായിരിക്കുന്ന ഭക്തനെ രക്ഷിക്കാൻ ഭഗവാൻ നേരിട്ട് വരിക തന്നെ ചെയ്യും എന്നുള്ള നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ ഓരോ കഥകളിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. അപ്പം എന്തെങ്കിലും രീതിയിലുള്ള സ്വഭാവപരമായ ദൂഷ്യങ്ങളോ ആരോഗ്യത്തിൻ്റെ ദോഷങ്ങളോ വിദ്യാസമ്പന്നമായ പോരായ്മകളോ ശത്രുദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷങ്ങളെ കൊണ്ടോ നമ്മളുടെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം മാറാൻ വേണ്ടി ഈ മാർക്കണ്ഡേയ ചരിതം നമുക്ക് വായിക്കാം. മാർക്കണ്ഡേയ ചരിതത്തെ നമുക്ക് ഓർക്കാം. ഭഗവാൻ സാക്ഷാൽ മഹാദേവനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനെല്ലാം അപ്പുറത്തേക്ക് സാക്ഷാൽ ആദിപരാശക്തിയായിരിക്കുന്ന ദേവിയെ, അമ്മേ നാരായണ, ദേവി നാരായണ പോലെയുള്ള മന്ത്രങ്ങളെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ എന്ന് പറയുന്നത് ജഗത്തിൻ്റെ മുഴുവൻ തന്നെ അമ്മയാണ് ദേവി. അപ്പോൾ ആ ദേവി എടുത്ത് നമ്മൾ കൃത്യമായൊരു പ്രാർത്ഥനയോട് കൂടി അന്നപൂർണേശ്വരി ആയിരിക്കുന്ന സാക്ഷാൽ ശ്രീ പാർവതീ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ദേവിയുടെ ഓം ഹ്രീം നമ എന്ന ഭുവനേശ്വരി മന്ത്രം, ഭുവനത്തിൻ്റെ മുഴുവൻ ഈശ്വരിയാണ് ഭുവനേശ്വരി ദേവി, ആദിപരാശക്തി. ആ അമ്മയോട് നമുക്ക് പറയാം, മക്കളെ നല്ല രീതിയിലാക്കി തരണമേ, നല്ല പഠിക്കാനുള്ള ശ്രദ്ധയും ബുദ്ധിയും എല്ലാം കൊടുക്കണമേ, നേർവഴിക്ക് നടത്തണമേ എന്നെല്ലാം പ്രാർത്ഥിക്കാം. ഇത് അവരുടെ സ്വഭാവ ശുദ്ധീകരണത്തിന് പ്രയോജനപ്പെടും, ഭാഗ്യം തെളിയാൻ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഏതൊരു വിഷയത്തിലും തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് ഗണപതിയുടെ അഷ്ടോത്തര മന്ത്രം ഈ തടസ്സങ്ങൾ മാറാൻ ഗുണകരമാണ്. അത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മുടെ സങ്കല്പം എന്താണോ അതിനനുസരിച്ചുള്ളൊരു നേട്ടം ആ മന്ത്രം നമുക്ക് കൊണ്ടുതരും. അതിനും ഈ മന്ത്രജപം, ഗണപതിയുടെ അഷ്ടോത്തര മന്ത്രം വളരെ ശക്തിയുള്ളതാണ്, അത് നമുക്ക് ജപിക്കാം. അതുപോലെ തന്നെ ഈ വിഷ്ണു ഭഗവാന്റെ ഭുജംഗപ്രയാതം എന്ന് പറയുന്ന മന്ത്രമുണ്ട്. അത്ഭുത ശക്തിയുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ കിടക്കുന്ന പാപദോഷ ദുരിതങ്ങളൊക്കെ മാറി നമുക്കൊരു ശാന്തിയും സമാധാനവും ഒക്കെ തരാൻ നല്ലതാണ്. അപ്പം ഒരു പക്ഷേ കുട്ടികൾക്ക് ഒരു പഠിത്തത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല, അല്ലെ നമ്മുടെ ഒരു കുടുംബ സംസ്കാരത്തിൻ്റെ യോജിക്കാത്ത രീതിയിലോട്ട് അവർ പോകുന്നു. ഇതൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള പാപദോഷ ദുരിതങ്ങൾ മുൻജന്മാർജനമായി കിടക്കുന്നത് കൊണ്ടും വരാം. അങ്ങനെയുണ്ടെങ്കിൽ അവയൊക്കെ മാറാൻ വിഷ്ണു ഭുജംഗ പ്രയാത സ്തോത്രം, ഈ മന്ത്രമൊക്കെ ജപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പാപങ്ങളെല്ലാം മാറുമ്പോൾ കുടുംബത്തിന് മൊത്തത്തിൽ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും. അപ്പം നമുക്ക് കുട്ടികളോട് നല്ല രീതിക്കുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാം. അവരെ നിലവിളക്ക് കത്തിക്കലും സന്ധ്യാനാമം ചൊല്ലലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ തന്നെയും അവർക്ക് വേണ്ടി ഈ പറഞ്ഞ ധ്രുവചരിതവും അതുപോലെ പ്രഹ്ലാദ ചരിതവും മാർക്കണ്ഡേയ ചരിതവും പോലെയുള്ള ആ ഭാഗങ്ങൾ പാരായണം ചെയ്യുകയും അതിലൂടെ വിഷ്ണു ഭഗവാനെയും അല്ലെങ്കിൽ സാക്ഷാൽ മഹാദേവനെയും എല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മാറി ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും. സുബ്രഹ്മണ്യ ഭഗവാന്റെ ഓം നമ ഷൺമുഖായ എന്നൊരു മന്ത്രമുണ്ട്. അത് കുട്ടികൾക്ക് ബുദ്ധി പ്രകാശിക്കുന്നതിന് വേണ്ടി, ഓർമ്മയും ബുദ്ധിയും എല്ലാം പ്രകാശിക്കുന്നതിന് വേണ്ടി, വിവേകവും പക്വതയും പാകതയും ഉണ്ടാവാനൊക്കെ ശക്തിയുള്ളൊരു മന്ത്രമാണ്. അതും നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം സുബ്രഹ്മണ്യ ഭഗവാന്റെ കഥകളിൽ പറയുന്നത് സുബ്രഹ്മണ്യ ഭഗവാനെ ഒരു പാർവതീ ദേവിയുമായി പിണങ്ങുന്ന ഒരു സന്ദർഭമൊക്കെ പറയുന്നുണ്ട്. ഷഷ്ഠീവ്രതത്തിൻ്റെ മാഹാത്മ്യമൊക്കെ പറയുന്ന സന്ദർഭത്തിലാണ് പറയുക. അപ്പം ഒരല്പം പിടിവാശിക്കാരനായിരിക്കുന്ന ഒരു പുത്രനായി സുബ്രഹ്മണ്യ ഭഗവാനെ കഥകളിൽ പറയുന്നുണ്ട്. അപ്പം പാർവതീ ദേവിയാണ് പിന്നെ അത് പറഞ്ഞ് ശാന്തനാക്കുന്നതെന്നാണ് കഥ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആ സുബ്രഹ്മണ്യ ഭഗവാനെ നല്ലവണ്ണം മനസ്സിരുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം വരുമ്പോൾ, ആ ആദി പരാശക്തിയുടെ അനുഗ്രഹവും സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹവും ഒക്കെ ഒരേപോലെ കിട്ടുമ്പോൾ
അതും ഈ കുട്ടികളിൽ നല്ല രീതിക്ക് സ്വാധീനം ചെലുത്തും. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അത് അവർക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവട്ടെ. വരുന്ന തലമുറയ്ക്ക് അതിലൂടെ കൂടുതലൊരു ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ. നമ്മൾ അവർക്ക് വേണ്ടി ഇങ്ങനെ കുറേ ജപിക്കുമ്പോൾ അവർക്ക് തന്നെ സ്വയം മാറ്റം വന്ന് അവർ തന്നെ ഈ ആരാധനകളും പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്ത് സ്വന്തമായി നടക്കുവാൻ പഠിച്ചുകൊള്ളും. എല്ലാ സജ്ജനങ്ങൾക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.